UK-ല് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ എളുപ്പമാണോ? അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പാസ്സാവാൻ പറ്റും. ഞാൻ പാസ്സായില്ലേ, പിന്നെയാണോ? ആർക്ക് വേണം പാസ്സാവാൻ പറ്റുന്നേ. സോ ഫസ്റ്റ് ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് ടെസ്റ്റ് സെന്റർ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ടെസ്റ്റ് സെന്റർ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൺട്രി സൈഡിലുള്ള ടെസ്റ്റ് സെന്റർ ബുക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം, നോട്ട് ഇൻ സിറ്റി സെന്റർ. കാരണം സിറ്റി സെന്ററിൽ ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒരുപാട് റോഡിൽ ഒത്തിരി ലൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. സോ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ടെസ്റ്റ് അല്ലേ, ടെൻഷൻ ഉണ്ടാവുമല്ലോ. സോ ബുക്ക് ദ ടെസ്റ്റ് ഇൻ ദ കൺട്രി സൈഡ്. സെക്കൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടെസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏർലി മോർണിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യാം. 7:30 ആണെന്ന് തോന്നുന്നു. സോ ഫസ്റ്റ് ടെസ്റ്റ് ബുക്ക് ചെയ്യുക. കാരണം റോഡിൽ അധികം വാഹനങ്ങൾ ഉണ്ടാവില്ല. സോ റോഡിൽ കാറിന്റെ ഒക്കെ എണ്ണം കുറയും തോറും അവര് കാരണം ഉണ്ടാകുന്ന മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ടെസ്റ്റ് ഫെയിൽ ആകാനുള്ള ചാൻസ് വളരെ കുറയും. സോ 7:30 തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ. 8:30, 9 ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ട്രാഫിക് കിട്ടും, പിന്നെ ഭയങ്കര ബിസി ആയി പോകും. സോ 7:30 ദ ഫസ്റ്റ് ടെസ്റ്റ്. ആൻഡ് തേർഡ് ടെക്നിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാക്സിമം സ്ട്രെസ് റിലീവ് ആയിട്ടിരിക്കാം. പറയാൻ എളുപ്പമാണല്ലേ സ്ട്രെസ് റിലീവ് ആയിട്ടിരിക്കാന്നൊക്കെ, പക്ഷെ എങ്ങനെ സ്ട്രെസ് റിലീവ് ആയിട്ടിരിക്കാം എന്നുള്ളതിന് ഞാൻ ഒരു 2 ടെക്നിക്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മൾ ഏർലി മോർണിംഗിനല്ലേ ടെസ്റ്റിന് പോകുന്നത്. സോ ഏർലി മോർണിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ അധികം ഫുഡ് കഴിക്കാതിരിക്കുക, വയറിങ്ങനെ അധികം ഒത്തിരി ഫുഡ് കഴിക്കാതിരിക്കുക. ഈറ്റ് എ ഫ്രൂട്ട് ഇൻ ദ മോർണിംഗ്. എസ്പെഷ്യലി ഐ സജസ്റ്റ് ഈറ്റ് എ ബനാന ഇൻ ദ മോർണിംഗ്. നിങ്ങൾ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ അതും ട്രൈ ചെയ്യാം. ബനാനയ്ക്ക് ഒരു പ്ലസീബോ എഫക്ട് ഉണ്ടെന്നാട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്ട്രെസ് ലെവൽ വളരെ കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. എന്റെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ പറഞ്ഞ ടെക്നിക്കാണ്. അയാൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇയാൾക്ക് എന്താ ഭ്രാന്താണോ എന്ന്. പക്ഷെ കറക്റ്റ് ആണ്, എനിക്ക് എന്തോ അത് വർക്ക് ചെയ്തു. സോ സെക്കൻഡ് എന്താന്ന് വെച്ചാൽ, വി ക്യാൻ ടോക്ക് ആൻഡ് ഡ്രൈവ്. നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോണിലൊന്നും അല്ല, നമുക്ക് റോഡിൽ എന്താ നടക്കുന്നതെന്ന് സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ സീ എ ട്രാഫിക് ലൈറ്റ് ദെയർ. ഇപ്പൊ ഇത് ഗ്രീൻ ആണ്, റെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, സോ അലേർട്ട്. അല്ലെങ്കിൽ അവിടെ ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ട്, ചിലപ്പം അവിടുന്ന് ഒരു ആള് പെട്ടെന്ന് വന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾ അവിടെ കളിക്കുന്നു, ചാടാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളിങ്ങനെ പറഞ്ഞ് ഡ്രൈവ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മാക്സിമം ഫോക്കസ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആ ഡ്രൈവിങ്ങിലും ആ റോഡിലും മാത്രമായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ നിലനിർത്തും. സോ നാലാമത്തെ ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ എന്ത് വണ്ടി, ലൈക്ക് ആരുടെ വണ്ടി കൊണ്ട് വേണമെങ്കിലും ടെസ്റ്റിന് പോകാൻ പറ്റും. ഇൻഷുറൻസും DVLA അണ്ടറിൽ വരുന്ന റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്ന വണ്ടികളാണെന്നുണ്ടെങ്കിൽ ആരുടെ വണ്ടി കൊണ്ട് വേണമെങ്കിലും ഇവിടെ നമുക്ക് ടെസ്റ്റിന് പോകാൻ പറ്റും. സോ ഒരു അടിപൊളി വണ്ടി അല്ലാതെ ഒരു ചെറിയൊരു വണ്ടി കൊണ്ട് ടെസ്റ്റിന് പോവുക. അപ്പൊ നമ്മളെ കുറച്ച് പഴയ വണ്ടി, മനസ്സിലായില്ലേ? അപ്പൊ കുറച്ച് പഴയ വണ്ടി ആവുമ്പോ അവർക്ക് കുറച്ച് പേടിയുണ്ടായിരിക്കും. നമ്മളിങ്ങനെ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ വലിയ ഇപ്പൊ 70 miles/hour റോഡിലൊക്കെ കയറ്റാൻ അവർക്ക് ചെറിയ പേടിയുണ്ടായിരിക്കും. സോ നമ്മൾ ആ സൈക്കോളജിക്കൽ എഫക്ട് യൂസ് ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, പ്രാക്ടീസ്. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ കൂടെ എന്തായാലും ഒരു 2 പ്രാവശ്യമെങ്കിലും ഡ്രൈവ് ചെയ്തിരിക്കണം. കാരണം അയാൾ നമുക്ക് റൂൾസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. അപ്പൊ അത് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രണ്ട്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ കൂടെ വണ്ടി ഓടിച്ചിരിക്കണം, ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ കൂടെ മാത്രം ഓടിക്കാതെ. സോ ഇത് നമുക്കൊരു കോൺഫിഡൻസ് തരാനും പലരുടെയും പല രീതികൾ ടു ടാക്കിൾ റൗണ്ട് അബൌട്ട്സ്, എങ്ങനെയാണ് ലൈൻ ചേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറിന്റെ കൂടെ വണ്ടി ഓടിച്ചിരിക്കണം, വേറൊരു ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരുടെങ്കിലും കൂടെയും വണ്ടി ഓടിച്ചിരിക്കണം. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്സ്? ഡെഫിനറ്റ്ലി ടെസ്റ്റ് പാസ്സാവാൻ പറ്റും. ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സായില്ല എന്ന് കരുതി വിഷമിക്കരുത്. ഇതെല്ലാം നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ, എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട് 9th ടൈം വരെ ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സായിട്ടുള്ളത്. സോ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ആ ട്രാവൽ ഫ്രീഡം കിട്ടും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.